Hi friends, welcome back to our channel Amma's Cooking Kalavara. ഞാൻ ഇന്നിവിടെ പാലട പ്രഥമനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രഥമന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 200 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്, 150 ഗ്രാം പഞ്ചസാര, 1 ലിറ്റർ പാല്, 1 കപ്പ് തേങ്ങാപ്പാൽ, ചവ്വരി, കാഷ്നട്ട് കിസ്മിസ്, മിൽക്ക് മെയ്ഡ്, നെയ്യ്. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ചവ്വരി ഇങ്ങനെ വീർത്ത് വരും, നല്ല മുത്ത് പോലെ കിട്ടും. അതുവരെ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല വൈറ്റ് കളർ മുത്ത് പോലെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. അടയും ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല സൗണ്ട് കേൾക്കുന്നവരെ വറുത്തെടുക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ ചെയ്യുക. അതിനൊക്കെ തന്നെ കളറും ഒന്ന് ചേഞ്ച് ആവും. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അട ഇവിടെ റോസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് 200 ഗ്രാം അടയ്ക്ക്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 150 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-ാം പാലാണ് കേട്ടോ നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. 1-ാം പാൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിന് വേണ്ടുന്ന കാഷ്നട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ച് അത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ.
പാലട പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് നുറുക്ക് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതെനിക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.